പറഞ്ഞോല്ലോ അങ്ങനെ കാണിച്ചില്ല. ഹലോ, ഒരാളോട് ഹായ്. ഹായ് തരുന്നില്ലേ? ഹലോ, ഫോണ് തിന്നാൻ വരുന്ന അപ്പോൾ സുധിയേട്ടാ, ഓക്കെ, നമ്മൾ യാത്ര പറയുകയായി. ബൈ 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 ബൈ. വലത്തോട്ടല്ലേ? അങ്ങനെ സുധിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങളുടെ കുറുവാദ്വീപിലേക്കില്ലേ, ഇനി സ്ട്രൈറ്റ് കുറുവാദ്വീപ്. വണ്ടിത ഈ കടയുടെ മുന്നിൽ പാർക്ക് ചെയ്തു. അവിടെ ബാഗും വെച്ച് കടം പറഞ്ഞൊരു കൂളിംഗ് ഗ്ലാസും പിടിച്ച് അവിടെ വയനാട് ടൂറിസം മാപ്പ്. കുറുവാദ്വീപിൽ വന്നിട്ട് ആ കാണുന്ന ദ്വീപിൻ്റെ അകത്തേക്ക് കയറാനുള്ള ഇത് കിട്ടിയിട്ടില്ല. കാരണം അത് ടിക്കറ്റ് ഓൾറെഡി ക്ലോസ്ഡ് ആണ്. രാവിലെ നേരത്തെ വന്നാലേ ടിക്കറ്റ് കിട്ടുള്ളൂ. സൂചിപ്പാറ വെള്ളച്ചാട്ടം, ബാണാസുര സാഗർ ഡാം, കർലാട് ലേക്ക്, മീമുട്ടി വാട്ടർ, തൊള്ളായിരങ്കണ്ടിൽ പിന്നെ എപ്പോൾ വേണമെങ്കിൽ കയറാലോ. മിറർ ടെമ്പിൾ. അപ്പോൾ തലക്കാലം എന്താ ഇത് കുറച്ച് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. നമുക്ക് ചങ്ങാടത്തേക്കൊരു യാത്ര. ഇതിനകത്തേക്ക് നമുക്ക് പിന്നൊരു ദിവസം വന്നിട്ട് കയറാം. തീർക്കാലിൻ്റെ പോട്ടെ. ആക്ഷൻ. പോസ്റ്റ്, കട്ട പോസ്റ്റ്.
ആ ഒരാൾ നല്ല ആസ്വദിച്ച് കഴിക്കുന്നത്. ഇതാണ് ടിക്കറ്റ്. 15 മിനിറ്റ് ചങ്ങാടത്തിൽ പോകാൻ 200 രൂപ ടിക്കറ്റ്. ജാക്കറ്റിന് മുകളിലൊരു ജാക്കറ്റ്. ചാടിക്കയറാം. മൂന്നാമത്തെ യെസ്, ഏറ്റവും പുറകിലല്ലേ പറഞ്ഞ? അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. അങ്ങോട്ട് ഇരിക്കും. കുറച്ചേ നമ്മളൊരു 12,000 എത്തിയില്ല. എന്തായാലും വന്ന് എന്തെങ്കിലും ഒന്നും കാണണ്ടേ. ഉള്ളിലേക്കുള്ള ടിക്കറ്റ് എന്തായാലും ക്ലോസ് ചെയ്തല്ലോ. അതെങ്ങനെ 570 എന്ന് പറയുമ്പോൾ ഒരു 575 ഉച്ചയാകുമ്പോഴേക്ക് കഴിയൂലേ? വീക്കെൻഡ് ആയതുകൊണ്ട്. ആ വീക്കെൻഡ് ഞായറാഴ്ച കൊണ്ട് വയ്ക്കില്ല അത്രയും പെട്ടെന്ന്. ആ ഓ അങ്ങനെ ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് ഇവിടെ എത്ര മണിക്കാണ് കൊടുക്കാൻ തുടങ്ങുക? 9:30 കൊടുക്കൂല്ലേ? അപ്പം ഇങ്ങനെ 9:30 കേസല്ലേ തീരുള്ളൂ? ഓ ആ പച്ചവെള്ളം. ഇങ്ങനെ വന്നിട്ട് കയറാം. അതിലേ പോയിട്ട് അവരിങ്ങനെ ചുറ്റി വിടില്ല. നമ്മളിനി കിടക്കണം. നമ്മൾ ചാടും. മറ്റേ ചൈനക്കാരി അഡ്വഞ്ചർ മോഡ് ഓൺ. അല്ലടാ അത് കറക്റ്റാ. ഇത് കറക്റ്റല്ലേ നമ്മളെ ഹൈറ്റ്? ബെൻഡ്.
ഓടി വന്ന് തിരിച്ച് ലാൻഡ് ചെയ്തു. കമോൺ. താല്പര്യക്കുറവ്. കമോൺ. ഇത് ഇവിടുത്തെ ജാക്കറ്റ് മുകളിലാണോ കൊടുക്കുന്നത്? അങ്ങനെ അത് കഴിഞ്ഞു. ഇത് പറഞ്ഞതിന് 15 മിനിറ്റാണ് നോർമൽ ടൈം. ആൾക്ക് 20 നമുക്ക് 20 മിനിറ്റ് കിട്ടി. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമുക്ക് ആ ടിക്കറ്റ് ക്ലോസ് ചെയ്തതിനെ കൊണ്ട് ജസ്റ്റ് വരുന്ന ആൾക്കാർക്ക് നിരാശരായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തുടങ്ങിയെന്നാണ് പറഞ്ഞത്. ശ്രദ്ധിക്കണം, രാവിലെ വരുന്ന ആൾക്കാരാണ് പെടും. 1:30ക്കാണ് ഈ സാധനം. അല്ല, ഇത് രാവിലെ ഉണ്ട്. ഇതിപ്പോ 1:30ക്കല്ലേ ഉച്ചയ്ക്ക് അല്ല, സ്റ്റാർട്ട് ചെയ്യുന്നത്? ഉച്ചയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ചാൽ ഫുഡ് ടൈം കഴിഞ്ഞിട്ട് ഓ, പിന്നെ തുടങ്ങുന്നതാണ് 1:30ക്ക്. അങ്ങനെയാണ്. ആ, രാവിലെ മുതൽ ഇതുണ്ട്. ഒക്കെ അവിടെ നിന്ന് ഇനിയും ആൾക്കാർ വരാനുണ്ട്. രാവിലെ 6 മണി മുതൽ ക്യൂ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. 9 മണിക്ക് അങ്ങനെ ടിക്കറ്റ് കൊടുക്കുക. അപ്പോൾ ആ ടൈമിന് മുന്നേ എത്തിക്കഴിഞ്ഞാൽ ടിക്കറ്റ് കിട്ടും, ഉള്ളിൽ കയറാം, ദ്വീപിൻ്റെ ഉള്ളിൽ കയറാം. പക്ഷെ അതും എത്ര 970 ടിക്കറ്റ് അല്ല, എത്ര ഏക്കർ? 930 ഏക്കർ. മൊത്തം 930 ഏക്കർ ഉണ്ട്. അതിലൊരു 20 ഏക്കർ എങ്ങനെയാണ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ അനുവദിച്ചിട്ടുള്ളത്. ബാക്കി അങ്ങോട്ട് ആനിമൽസാണ്. മൃഗത്തിൻ്റെ പേര് പറയാം. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ പരിപാടികൾ കഴിഞ്ഞ് ഇനി നേരെ പുറത്തേക്ക് ഇറങ്ങട്ടെ. ഇനി പോണ വഴിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ ഒന്ന് ഫുഡ് അടിക്കണം. പുഴക്കര ശ്രീ ദുർഗ ഭഗവതി ക്ഷേത്രം. പാൽ വെളിച്ചം സ്ഥലത്തിൻ്റെ പേരാ ആയിരിക്കും. കുറുവ ദ്വീപ് എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഇത് ചിലപ്പം സ്ഥലത്തിൻ്റെ പേരായിരിക്കും. പിള്ളേരും കൂട്ടി വന്നാൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള സാധനങ്ങൾ മൊത്തമുണ്ട് ഇവിടെ. പിള്ളേരായിട്ട് വരാം. ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. എന്താണ് പ്ലാൻ ബി, വടക്കിനി മൾട്ടി കസിൻ റെസ്റ്റോറൻറ്റ്. ഇന്നത്തെ സ്പെഷ്യൽ ചമ്പല്ലി പൊള്ളിച്ചത്, ഡ്രാഗൺ അൽഫാം. നല്ല ആംബിയൻസ് ഉണ്ട് അല്ലേ? നല്ല ആംബിയൻസ് ഉണ്ട് അവിടെ. വെയിറ്റിംഗ് ഫോർ ഫുഡ്. ഞാൻ ഓർഡർ ചെയ്ത സാധനം വന്നു, ചിക്കൻ ഫ്രൈഡ് റൈസ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ബീഫിൻ്റെ ഒരു പീസ് എടുത്തിട്ട് കുത്തിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടോ? നല്ല വിശപ്പുണ്ട്. ഫുള്ള് കഴിക്കട്ടെ. പൊറോട്ടയും ബീഫും വാനിഷ്, ഫ്രൈഡ് റൈസ് വാനിഷ്. നല്ല ഫുഡായിരുന്നു ഗൈസ്. പ്ലാൻ ബി വടക്കിനി മൾട്ടി കസിൻ റെസ്റ്റോറൻറ്റ്. പനമരത്തുനിന്ന് കൽപ്പറ്റ പോണ വഴിയിൽ ഭാരത് പെട്രോൾ പമ്പ് ഉണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ വരുന്ന ഹോട്ടൽ. നല്ല ഫുഡും നല്ല സർവീസും അതേപോലെ
നല്ല കെയറിങ് ആയിരുന്നു പുള്ളി. അപ്പോൾ ഇനി തിരിച്ച് നേരെ നാട്ടിലേക്ക് കേട്ടോ. ഇനി വേറെ പരിപാടികളൊന്നുമില്ല. ജസ്റ്റ് ലക്കിടിയിലൊരു സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ നമുക്ക്. ഞങ്ങൾ ലക്കിടി എത്തി. ആ ഗാന്ധിഗ്രാമം, അതാ കാണുന്ന ഗാന്ധിഗ്രാമം, അവിടെ നമ്മൾ നിർത്തട്ടെ. ഇതുവരെ പകൽ വിളിച്ചിട്ട് കാണാത്ത ഒരാളെ ഞാൻ ഇന്ന് കണ്ടു. ഓടാ.